എല്ലാവർക്കും നമസ്കാരം. 2 വീഡിയോയും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, വീഡിയോ കണ്ടതിന് ശേഷം പലരും ചോദിച്ചു, നിങ്ങൾ ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ടോ എന്ന്. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ഇതൊരു ഗെയിമല്ല, ആത്മാവായിട്ട് സംസാരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നമുക്ക് മൂന്നാമത്തെ വീഡിയോസിലേക്ക് കടക്കാം. എങ്ങനെ വന്ന ആത്മാവിനെ തിരിച്ച് വിടാമെന്നും വന്ന ആത്മാവിനോട് എങ്ങനെ പെരുമാറണം എന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വരുന്നത് നെഗറ്റീവ് ആത്മാവാണെങ്കിൽ നിങ്ങളായി തന്നെ കോയിൻ ഗുഡ് ബൈയിൽ കൊണ്ടുവച്ച് തിരിച്ചു വിടുന്ന മന്ത്രം ചൊല്ലുക. മന്ത്രം ഒരു പ്രാവശ്യം ഇവിടെ പറയാം, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. പുണ്യലോകത്ത് വാഴുന്ന ഉയർന്ന രീതിയിലുള്ള പുണ്യാത്മാക്കൾക്ക് നമസ്കാരം. താങ്കളുടെ സ്നേഹവും ആദരവും സഹായവും എന്നും പ്രതീക്ഷിക്കുന്ന ഞങ്ങളോട് വന്ന് ഓജോ ബോർഡ് രീതിയിൽ സംസാരിച്ച് സഹായിച്ചതിന് നന്ദി. ഈ മന്ത്രം 3 തവണ ആവർത്തിക്കുക. വരുന്നത് പോസിറ്റീവ് ആത്മാവാണെങ്കിൽ പേര്, വയസ്സ്, എങ്ങനെ മരിച്ചു ഒക്കെ ചോദിക്കാം. വയസ്സ് പറയുമ്പോൾ അവർ മരിച്ച വയസ്സേ പറയൂ. ഭാവി കാര്യങ്ങളും ഭൂതകാര്യങ്ങളും വർത്തമാനകാലത്തിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയാം. ആദ്യത്തെ ദിവസം തന്നെ എല്ലാം ചോദിച്ചറിയണമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ആദ്യമായി പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും വഴി ചോദിച്ചും സൈൻ ബോർഡ് നോക്കിയുമൊക്കെയാവും പോകുക. എന്നാൽ കുറച്ച് പ്രാവശ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വഴി പരിചിതമാവും. ഇതുപോലെ തന്നെയാണ് ഓജോ ബോർഡ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാകും. കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ പരിചിതമായി വരും. സിനിമയിൽ കണ്ടതും മറ്റുള്ളവർ പറഞ്ഞ അബദ്ധധാരണകളും വച്ച് ഓജോ ബോർഡിനെ സമീപിക്കരുത്. വരുന്നത് നിങ്ങളുടെ അതിഥിയാണ്. നിങ്ങൾ വിളിച്ചിട്ടാണ് വരുന്നത്. ബഹുമാനവും ആദരവോടും കൂടി സംസാരിക്കുക. പരമാവധി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ശ്രമിക്കുക. സംസാരിക്കുമ്പോൾ ഡേറ്റ്, വർഷം തെറ്റി വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണവും രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് ആയിട്ട് കോയിൻ ഗുഡ് ബൈയിൽ കൊണ്ടുവയ്ക്കുകയോ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് നിങ്ങളായിട്ട് കോയിൻ ഗുഡ് ബൈയിൽ കൊണ്ടുവയ്ക്കുകയോ ചെയ്താൽ തിരികെ പറഞ്ഞു വിടാനുള്ള മന്ത്രം 3 പ്രാവശ്യം ചൊല്ലുക. മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1 തവണ പറയാം. പുണ്യലോകത്ത് വാഴുന്ന ഉയർന്ന രീതിയിലുള്ള പുണ്യാത്മാക്കൾക്ക് നമസ്കാരം. താങ്കളുടെ സ്നേഹവും ആദരവും സഹായവും എന്നും പ്രതീക്ഷിക്കുന്ന ഞങ്ങളോട് വന്ന് ഓജോ ബോർഡ് രീതിയിൽ സംസാരിച്ച് സഹായിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുമ്പോൾ ഓജോ ബോർഡ് രീതിയിൽ വന്ന് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ആത്മാവിനോട് തന്നെ സ്ഥിരമായി സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഫലമുണ്ടാകും. ആത്മാവായിട്ട് ഒരു സൗഹൃദത്തിൽ ആവാനും പറ്റും. അതിനായിട്ട് ആത്മാവിനെ തിരിച്ചു പറഞ്ഞു വിടുന്ന മന്ത്രം ചൊല്ലുമ്പോൾ വീണ്ടും വിളിക്കുന്ന ഡേറ്റും സമയവും പറഞ്ഞ് തിരിച്ചുവിടാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് ഞാൻ വിളിക്കുമ്പോൾ ഓജോ ബോർഡ് രീതിയിൽ സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് നിർത്തണം. നിങ്ങൾ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ വന്ന് ഓജോ ബോർഡിൽ ഇരിക്കണം. പറ്റില്ലെങ്കിൽ അങ്ങനെ പറയാൻ നിൽക്കരുത്. നിങ്ങളായിട്ട് തിരികെ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ആത്മാവിനോട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുക. ആത്മാവ് നമ്മൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചുപകാരം ചെയ്യണമല്ലോ. സംസാരിക്കുന്നത് നല്ല ആത്മാവാണെങ്കിൽ നല്ല ആഗ്രഹങ്ങൾ പറയും. ഉദാഹരണത്തിന്, ഒരു റോസാപ്പൂ വേണം, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറയും. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ വീണ്ടും വിളിക്കുന്ന സമയത്ത് മറക്കാതെ ആ ബോർഡിനടുത്ത് ഈ സാധനം വയ്ക്കുക. എന്നിട്ട് ആത്മാവിനോട് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം
താങ്കൾക്കായി കൊണ്ടുവന്നതാണെന്ന് പറയുക. നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്ത ആഗ്രഹമാണ് ആത്മാവ് പറയുന്നതെങ്കിൽ പറയുമ്പോൾ തന്നെ അത് എന്നെക്കൊണ്ട് സാധിക്കില്ല, മറ്റെന്തെങ്കിലും പറയുമോ എന്ന് ചോദിക്കുക. വന്നിരിക്കുന്നത് നല്ല ആത്മാവായതുകൊണ്ട് അവർ അവരുടെ ആഗ്രഹം മാറ്റി വേറെ പറഞ്ഞു തരും. നെഗറ്റീവ് ആത്മാവാണ് സംസാരിക്കുന്നതെങ്കിൽ അത് വച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാമെന്ന് കരുതുന്നവർ ഉണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ആത്മാവ് മറ്റുള്ളവരെ ദ്രോഹിക്കില്ല എന്ന് മാത്രമല്ല, ഇത് ആവശ്യപ്പെടുന്ന ആളെ ദ്രോഹിക്കുകയും ചെയ്യും. ബോർഡിൽ കോയിൻ വെറുതെ വട്ടം കറങ്ങുകയോ ഒരു ലക്ഷ്യം ഇല്ലാതെ ചലിക്കുകയോ ചെയ്താൽ ചോദിക്കുന്നതിനല്ല ഉത്തരം കിട്ടുന്നത് എങ്കിൽ അതിനർത്ഥം ബോർഡിൽ ഒന്നിലധികം ഫോഴ്സ് അഥവാ ആത്മാവ് ഉണ്ടെന്നാണ്. അങ്ങനെ വന്നാൽ സംസാരിക്കാൻ പറ്റില്ല. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഒന്നിലധികം പേർ കോയിനിൽ കൈവച്ച് ഒന്നിലധികം പേർ മന്ത്രം ഉരുവിടുമ്പോഴാണ്. അല്ലാതെയും സംഭവിക്കാം, അപൂർവമാണ്. അപ്പോൾ കോയിൻ ഗുഡ് ബൈയിൽ കൊണ്ടുവന്നതിന് ശേഷം പോസിറ്റീവ് ആത്മാവിനെ തിരിച്ചുവിടുന്ന മന്ത്രം 3 പ്രാവശ്യം ചൊല്ലി പറഞ്ഞുവിടാം. ശേഷം 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. എന്നിട്ട് വീണ്ടും മന്ത്രം ചൊല്ലി വിളിച്ച് സംസാരിക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക ആത്മാവിനെ വിളിക്കാനായിട്ട് അയാളുടെ പേരും മരിച്ച സ്ഥലവും മരിച്ച ഡേറ്റും പറഞ്ഞ് വിളിച്ചാൽ മതി. ഉദാഹരണത്തിന്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രാഹിം ലിങ്കന്റെ ആത്മാവിനോട് സംസാരിക്കാനായിട്ട് 1865 ഏപ്രിൽ 15 അമേരിക്കയിലെ വാഷിങ്ടൺ DC-യിലുള്ള പീറ്റർസൺ ഹൗസിൽ വച്ച് വെടിയേറ്റു മരിച്ച പുണ്യലോകത്ത് വാഴുന്ന എബ്രാഹിം ലിങ്കന് നമസ്കാരം. തുടർന്ന് മന്ത്രം പഴയ പോലെ ചൊല്ലുക. വിളിച്ചാൽ ആ ആത്മാവിനെ കിട്ടും. 3 വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഓജോ ബോർഡിൽ പ്രാക്ടീസ് ചെയ്യുക. തമാശയായി കാണാതിരിക്കുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടാകും.